ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എണീറ്റപ്പോൾ തന്നെ ഭയങ്കര സൈലൻസ് ആയിരുന്നു വീട്ടിൽ. നോക്കിയപ്പോൾ സിസ്റ്ററിനെ കാണാനില്ല, ഉമ്മയില്ല. അപ്പോൾ ഞാനിങ്ങനെ വണ്ടടിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് വാപ്പ പറഞ്ഞ എൻ്റെ കസിനുണ്ട്, ആളെ ലേബർ പെയിനൊക്കെ വന്നു, അപ്പോൾ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരും പോയി. അപ്പോൾ ഉമ്മയാണ് അവരുടെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവരെ യാത്രയൊക്കെ അയച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. മാത്രമല്ല ഇന്ന് കുറേ പരിപാടികൾ ഉണ്ട്. ഉമ്മയില്ലാത്തതുകൊണ്ട് കിച്ചൺ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പരിപാടിക്കും മുമ്പ് നല്ലോണം ചായ കുടിച്ചിട്ട് കാര്യങ്ങളൊക്കെ കടക്കാമെന്ന് വെച്ചു. മാത്രമല്ല ചായ കുടിക്കുന്ന ടൈം ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. ചായേൻ്റെ കാര്യത്തിൽ ഞാനും സലാമും ഒരേപോലെയാണ്. ഞങ്ങൾ രണ്ടുപേർക്കും കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല എൻജോയ് ചെയ്ത് കുടിക്കും. കുറേ ടൈം എടുത്തിട്ട് ചായ കുടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. ഹായ്. അപ്പോൾ എൻ്റെ കൂടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, അത്യാവശ്യം കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്നൊക്കെ വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടീസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും തിരക്കാണ് എന്തെങ്കിലും ആയിട്ടൊക്കെ. അപ്പോൾ ഇല്ല ഇന്നിവിടെ. അപ്പോൾ കുക്കിംഗ് ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവിടെ ഇപ്പോൾ റിലേറ്റീവ്സ് അവരാരും വന്നെത്തിയിട്ടില്ല. അപ്പോൾ താജിമോൾ മാത്രമേ ഉള്ളൂ, അവൾക്ക് ഹെൽപ്പിന് വേറെ ആരും ഇല്ല. അപ്പോൾ ഞാനും സിസ്റ്ററും ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത്യാവശ്യം വലിയ പരിപാടിയൊന്നും ഇല്ല, വലിയ പണിയൊന്നും ഇല്ല. ജസ്റ്റ് ഇവിടെ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ ജസ്റ്റ് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന പരിപാടികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ചെയ്തിട്ട് നമുക്ക് കിച്ചണിൽ വേറെ പരിപാടികളുണ്ടല്ലോ, അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങ ചിരണ്ടുന്ന ഈ പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഞാനും സിസ്റ്ററും എപ്പോഴും ആ ഇലക്ട്രിക് ചിരവയുണ്ട്, അതിലാണ് ചെയ്യാറ്. അപ്പോൾ അതിൽ എളുപ്പമാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. സമി അവിടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലഞ്ച് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന്. അപ്പോൾ ലഞ്ചിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇട്ട് വെന്തതാണ് കേട്ടോ, ലക്ഷദ്വീപ് ബിരിയാണി. അപ്പോൾ ബീഫ് ഉണ്ടായിരുന്നു പെരുന്നാളിന് മേടിച്ചത്. അപ്പോൾ അത് ജസ്റ്റ് മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് വേവിക്കാൻ വെച്ചു. ഞാൻ പിന്നെ ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും വീഡിയോയിൽ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു പണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ബീഫാണ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ വിസിലടുപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്ത് വെച്ചു, സാധാ നമ്മൾ ചെയ്യുന്ന പോലെ. പക്ഷേ ഇതിൻ്റെ മസാലക്കൂട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. മസാലയുടെ എന്തെങ്കിലും വീഡിയോ ആണെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലും പറയാം. ഇതിൻ്റെ ഒരു സ്പൈസി മസാലയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി റെഡിയായാൽ അതിലേക്ക് റൈസ് ഇട്ട് വേവിക്കുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ ആ പരിപാടി കഴിഞ്ഞിട്ട് എൻ്റെ മോർണിംഗിലത്തെ മെയിൻ പരിപാടിയാണ് നമ്മുടെ കോഴിക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുന്നത്. അത് കുറച്ച് ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലേറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് നമ്മളെ അറിയിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൂകാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശന്നിരിക്കുന്നതായിരിക്കുമല്ലോ. ഇവർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ കൊടുക്കുന്നതും കഴിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങി. എനിക്ക് മോർണിംഗ് ടൈം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മോർണിംഗ്, അതേപോലെ ഞാൻ ഈവനിങ്ങും പോവാറുണ്ട്. ഈവനിങ്ങും നമ്മുടെ കോഴിക്ക് ഫുഡ് കൊടുക്കാൻ പോകുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരും. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. രാവിലെ തന്നെ എന്തെങ്കിലും നോക്കിയിട്ട് ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. എനിക്ക് ഒരു ഹാഫ് ആൻ അവർ മോർണിംഗ് ഈ ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം മൊത്തം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഗാർഡനിങ് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മുടെ ബീൻസൊക്കെ ഞാനിത് കുറച്ച് സീഡിനായിട്ട് തന്നെ വിട്ടതാണ്, നമ്മൾ കട്ട് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയാക്കണം എന്ന് വെച്ചു. ഗാർഡനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ആദ്യം തന്നെ ചെയ്തത് ലഞ്ചായിരുന്നു. ലഞ്ചാണ് കുറച്ചെപ്പോഴും ഇതാവുന്നത്, ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് ആദ്യമേ ലഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഉമ്മ ഇല്ലാത്ത കൊണ്ട് ഇന്നത്തത്. പിന്നെ
നമ്മുടെ പരിപാടി ആദ്യമേ പറഞ്ഞ പരിപാടി പിക്കിൾ പാക്കിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ ഡിസ്പാച്ച് ഉണ്ട്. ഇന്ന് എന്തായാലും തന്നിരിക്കുന്ന കുറേ മെയിൻലാൻഡിൽ നിന്ന് ഓർഡേഴ്സ് ഉണ്ട്, അതൊക്കെ ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ആണ്. കഴിഞ്ഞ ഇപ്പോൾ പെരുന്നാളും പിന്നെ സൺഡേ ഒക്കെ ആയിട്ട് ആ ഓർഡർ പെൻഡിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ ഡിസ്പാച്ച് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഈ ഒരു പരിപാടി തുടങ്ങിയതിന് ശേഷം ഭയങ്കര എൻഗേജ്ഡ് ആണ് കേട്ടോ. വേറൊരു കാര്യം ചിന്തിക്കാത്ത അത്രയും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം. ഈ നെഗറ്റീവ് തോട്ട്സ് ഒട്ടും വരരുത്. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോണേ ഇതിലേ നഖം കടിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ റെമിൻ ഇന്ന് ലഞ്ചും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ലഞ്ചും കൊടുക്കണം. അപ്പോൾ കൊണ്ട് ലഞ്ചും കൂടി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പാർസലാണ് കേട്ടോ ചെയ്യാറെപ്പോഴും. വേറെ ഏജൻസി പാർസൽസ് ഒന്നും ഇല്ല അധികം. എന്നിട്ട് നമ്മൾ അതൊക്കെ പോസ്റ്റ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി കയറി ഉമ്മനെ കാണാമെന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഉമ്മ വീട്ടിലേക്ക് വരാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു, ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചെത്തി വീട്ടിൽ. ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ലെങ്തായിട്ട് പോവും, എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു വീട്ടിലുള്ളപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഡേ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.